പ്രദീപായി, നമ്മളൊക്കെ ഈ പരിപാടി നിർത്തേണ്ട സമയമായി എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. പലതവണ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾക്കും അതുപോലെ തന്നെ കുടുംബ ഫോട്ടോകൾക്കും ഒക്കെയായി എൻ്റെ മുന്നിലേക്ക് ക്യാമറ ലെൻസ് തിരിച്ചു പിടിച്ച ആ ഫോട്ടോഗ്രാഫർ സുഹൃത്ത് പറഞ്ഞ കാര്യം എന്നെയും കുറച്ചൊന്നുമല്ല ചിന്തിപ്പിച്ചത്. നമസ്കാരം, ഞാൻ പ്രദീപ് പ്രവങ്കര. സംഭവം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസം യുവദമ്പതികൾ അവരുടെ കുട്ടിയെയും കൂട്ടി എത്തുകയുണ്ടായി. ഒരു ഫാമിലി ഫോട്ടോ, അതാണ് അവരുടെ ലക്ഷ്യം. റിസപ്ഷനിലുണ്ടായിരുന്ന നല്ല ട്രെൻഡി ലുക്കും സ്റ്റൈലിഷ് ഹെയർ സ്റ്റൈലുമുള്ള ചെറുപ്പക്കാരൻ മുകൾ നിരയിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ സുഹൃത്തിനെ വിളിച്ച് വിവരം അറിയിച്ചു. പതിവ് പോലെ അദ്ദേഹം തൻ്റെ ക്യാമറയുമായി ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങി. എന്നാൽ വന്നവരുടെ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥത. പെട്ടെന്നാണ് ആ യുവതി ചോദിച്ചത്, ചേട്ടാ, ആ റിസപ്ഷനിലുള്ള പയ്യനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാമോ എന്ന്. പുതിയ ട്രെൻഡുകളും ആംഗിളുകളും ഒക്കെ അവനായിരിക്കും കൂടുതൽ അറിയുക എന്ന്. വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള ആ മുതിർന്ന ഫോട്ടോഗ്രാഫർക്ക് അത് വെറുമൊരു വാക്കല്ലായിരുന്നു, ഉള്ളു പൊള്ളിക്കുന്ന തിരിച്ചടിയായിരുന്നു. ബാഹ്യരൂപം നോക്കി ഒരാളുടെ കഴിവ് അളക്കുന്ന, പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തിനെ ഒറ്റ നിമിഷം കൊണ്ട് തള്ളിക്കളയുന്ന ഈ രീതിയോർത്ത് ആ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സും ഒന്ന് തകർന്നുപോയി. പക്ഷേ സങ്കടത്തിനപ്പുറം വലിയൊരു യാഥാർത്ഥ്യം അവിടെ ഒളിച്ചിരിപ്പുണ്ട്. അനുഭവ സമ്പത്തിനേക്കാൾ ആളുകൾ ഇന്ന് പ്രാധാന്യം നൽകുന്നത് അത് പുറമേക്ക് എങ്ങനെ കാണിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അനുഭവവും അറിവും എത്രത്തോളം ഉണ്ടെങ്കിലും കാലത്തിനനുസരിച്ച് സ്വയം പുതുക്കാനും പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറായില്ലെങ്കിൽ ലോകം നമ്മളെ കാലഹരണപ്പെട്ടവർ എന്ന് മുദ്രകുത്തും. ആ ഒരു അപ്ഡേഷൻ വരുത്താൻ മടിച്ചു പോയാൽ, കാലത്തിനൊപ്പം കോലം മാറിയില്ലെങ്കിൽ കാലം തന്നെ നമ്മെ ആരും അറിയാതെ പുറന്തള്ളും. അതുകൊണ്ട് തന്നെ ഫോർമുല വളരെ സിമ്പിളാണ്: അഡാപ്റ്റ്, അപ്ഡേറ്റ് ആൻഡ് പ്രോഗ്രസ്.